നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടല്ല സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളുടെ ഭാര്യ വിധവയാവുന്നത്. അതായത് അദ്ദേഹം മരിച്ചിട്ട് ഭാര്യ വിധവയാവുന്നത് ആദ്യമായിട്ടല്ല. പക്ഷേ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് രേണുസുതിയെ മാത്രം ആളുകൾ ഇത്രമാത്രം വേട്ടയാടുന്നു, ആക്രമിക്കുന്നു. ഞാൻ ഒരുപാട് ചിന്തിച്ച കാര്യമാണ്. ഒരു സമയത്ത് ഞാൻ ഈ രേണുസുതിനെ സപ്പോർട്ട് ചെയ്ത ഒരാളുമാണ്. പക്ഷേ ഇപ്പോൾ രേണുസുതിയുടെ പല വീഡിയോകൾ കാണുമ്പോൾ ആ സപ്പോർട്ട് ചെയ്തത് എന്നോട് തന്നെ എനിക്ക് ഒരുതരം പുച്ഛം തോന്നുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെയോ കോപ്രായങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. ഇനി എന്തുകൊണ്ട് സമൂഹം ഇവർക്കെതിരാവുന്നു? ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയ ഒരാൾ, ഇപ്പം സുധിച്ചേട്ടനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹം നമ്മുടെ ഭൂമിയിൽ നിന്ന് യാത്രയായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ജീവിക്കാൻ വരെ വകയില്ല, വരുമാനമില്ലാതെ വരുമ്പോൾ ഭാര്യ ജോലിക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. അത് രേണുസുതിയെ സംബന്ധിച്ച് അവർക്ക് അറിയുന്നൊരു കാര്യം അവർ ചെയ്യാനിറങ്ങി. അതിനൊന്നും ആർക്കും യാതൊരു പരാതിയോ അല്ലെങ്കിൽ വിമർശനമോ ഒന്നുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവരുടെ സൊസൈറ്റിയോടുള്ള ആറ്റിറ്റ്യൂഡ്, ഒരുതരം പുച്ഛ മനോഭാവം, അതാണ് ഒരു പരിധിവരെ സമൂഹത്തെ ഇവർക്കെതിരെ തിരിച്ചത്. പക്ഷേ എന്നാൽ ഇന്ന് അവർ ചിന്തിക്കുന്നൊരു കാര്യം, എനിക്ക് തോന്നുന്നൊരു കാര്യം, എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറാം എന്ന രീതിക്കാണ് ഇപ്പോൾ അവരുടെ പോക്കെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പലപ്പോഴും അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ സംസാര രീതി, ഇതൊക്കെ വളരെ അരഗൻ്റവും അല്ലെങ്കിൽ ഒരു തരം നേരത്തെ പറഞ്ഞ പോലെ പുച്ഛഭാവമാണ്. എൻ്റെ സുധിച്ചേട്ടൻ എന്ന് പറയുമ്പോഴും അതൊരു ജെന്യൂനായിട്ട് പറയുന്ന കാര്യമാണോ എന്ന് പലപ്പോഴും സംശയിച്ചു പോവുകയാണ്. ഇപ്പോൾ ഞാൻ പണ്ടത്തെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്ന സമയത്തെ കാര്യമല്ല പറഞ്ഞത്. ഇപ്പോൾ കുറച്ചായിട്ട് കാണുന്നത് പിടിച്ചു നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സമൂഹത്തിന് മുൻപിൽ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു, അപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമല്ലോ എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറേ ന്യായീകരണങ്ങളും കാട്ടിക്കൂട്ടലുകളുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ സമയത്തൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മണിച്ചേട്ടൻ്റെ ഭാര്യ, ആ ചേച്ചിയോടൊക്കെ ബഹുമാനം തോന്നുകയാണ്. കാരണം സുധിച്ചേട്ടനെക്കാളും എത്രയോ ലെജൻഡായിരുന്നു മണിച്ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ന് വരെയും അങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂകൾ ഞാൻ കണ്ടിട്ടില്ല. ഒറ്റ ഇൻ്റർവ്യൂ ആണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്, ഒരേ ഒരു ഇൻ്റർവ്യൂ. അതിനകത്ത് സംസാരിക്കുന്നത് പോലും എത്ര ഭവ്യമായിട്ടാണ്, എത്ര രസമാണ് അവരുടെ സംസാരം കേട്ടിരിക്കാനായിട്ട്. പക്ഷേ ഇവരാണെങ്കിലോ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ അന്ന് സപ്പോർട്ട് ചെയ്തത് ഓർത്തിട്ട്, അന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് മക്കളെ വളർത്തണം, ഫാമിലി നോക്കണം, അപ്പോൾ വേറെ വരുമാനമില്ല, അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു തോട്ടാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അതിനൊക്കെ മാറിയിട്ട് ഒരു പരിധിവരെ വിമർശനം കേൾക്കാൻ വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തോന്നുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ മൂത്ത മകൻ, അതായത് സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ കിച്ചു ഇവരുടെ വീട്ടിൽ വന്നിട്ട്, കിച്ചു മാറിയാണല്ലോ താമസിക്കുന്നത്, അപ്പോൾ ഇവരുടെ വീട്ടിൽ വന്നിട്ട് ഇവരുടെ ഇളയ മകനുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് സുധിച്ചേട്ടൻ്റെ മൊമൻറ്റോസ്, സുധിച്ചേട്ടന് കിട്ടിയ അവാർഡുകൾ ഇവരൊരു ചാക്കിനകത്ത് കെട്ടി കട്ടിലിൻ്റെ അടിയിലേക്ക് തള്ളിയിട്ടേക്കുന്നത് കണ്ടു. ഇതിന് ഒരുപാട് പേര് റിയാക്ട് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ വിമർശനങ്ങൾ വന്ന സമയത്ത് ഈ രേണുസുതി തന്നെ വന്നിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒന്നും വെക്കുന്നില്ല, ഈ കട്ടിലിനടിയിരിക്കുന്ന വീഡിയോ ഒന്നും വെക്കുന്നില്ല. അതൊരു പക്ഷേ സുധിച്ചേട്ടൻ അപമാനിക്കുന്ന തുല്യമായിരിക്കും ആ വീഡിയോ എടുത്ത് വെക്കുമ്പോൾ. അത് ഞാൻ വെക്കുന്നില്ല. പക്ഷേ രേണുസുതി വന്ന് അതിനെ ന്യായീകരിക്കുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അത് കട്ടിലിനടിയിലേക്ക് തള്ളിയിടേണ്ടി വന്നത് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആ ന്യായീകരണ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് രേണുസുതി പറയുന്നത് ഒന്ന് കേട്ട് നോക്കാം. സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടില്ല. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതെന്താ വെച്ചാൽ മൂത്ത മോൻ അവൻ ആദ്യത്തെ കള്ളം. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല, എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനത് അറിയുന്നത്. ഫുൾ ടൈം സോഷ്യൽ മീഡിയ ഇരിക്കുന്ന ഒരാൾ അവരെക്കുറിച്ചൊരു ആരോപണം വരുമ്പോൾ അത് കണ്ടില്ല എന്ന് പറയുന്നതിനോട് എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. ബാക്കി കേൾക്കാം. വ്ളോഗ് ജസ്റ്റ് എടുത്തായിരുന്നു വീട്ടിലപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടായതുകൊണ്ട് ഇപ്പം ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ അറിഞ്ഞു പോലുമില്ല. അപ്പം പെട്ടെന്ന് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ടെല്ലാം തുണിയൊക്കെ നനഞ്ഞ തുണിയൊക്കെ നമ്മളെല്ലാവരും ഇടുന്നതാണ്, കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിനാരും ഒരു തെറ്റും പറഞ്ഞിട്ട് എനിക്കറിയില്ല. ചില വ്ളോഗേഴ്സ് മാത്രമാണ് വൃത്തിയില്ലായ്മ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഡ്രസ്സ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണക്കാൻ ചിലപ്പോൾ പുറത്തിടാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിനകത്തായിരിക്കും, ചില കട്ടിലിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അവിടെ വീട്ടിനകത്ത് അയ കിട്ടിയിട്ടൊക്കെ ആയിരിക്കും ഷർട്ടുകൾ അല്ലെങ്കിൽ പാൻറ്റുകളൊക്കെ അലക്കിയിടുന്നത്. അത് ഫാൻ ഓൺ ചെയ്ത് ആ കാറ്റുകൊണ്ടൊക്കെ ആയിരിക്കും ഉണങ്ങുന്നത്. അപ്പോൾ അതിനോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ സുധിച്ചേട്ടൻ്റെ മൊമൻറ്റോ അത് കട്ടിലിൻ്റെ അടിയിലിട്ടത് എന്തുകൊണ്ടാണെന്നാണ് രേണുസുതി പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. നമുക്കത് കേൾക്കാം. അത് പോട്ടെ, അത് പെട്ടെന്ന് വന്ന് എല്ലാവരെടുത്തു. അത് അവാർഡ്, എൻ്റെ അവാർഡെല്ലാം ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സൂചിച്ചേട്ടൻ്റെ അവാർഡെല്ലാം എടുത്ത് ഉപേക്ഷിച്ച നിലയിൽ നിന്നാണ് വന്നത് വാർത്ത. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല.
കുഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ ഈ കുഞ്ഞു കളിയുടെ കുഞ്ഞു പ്രായമാണ് അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണെങ്കിലും എടുത്ത് പാത്ത് കൊണ്ടുപോയി നശിപ്പിക്കും. കുഞ്ഞു പിള്ളേരല്ല, ആ പ്രായമാണ്. അതുപോലെ സൂചിച്ചാണ്ട അവാർഡുകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ്. അതെടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല, ഒരുപാടുണ്ട് അവാർഡുകൾ, പകുതി കൊല്ലത്തും പകുതി ഇവിടെ ആയിട്ട്. അപ്പം അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാതെ അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടി എൻ്റെ റൂമിൽ തന്നെ കട്ടിലിൻ്റെ ഐഡിയിൽ ഞാനത് സേഫായിട്ട് വെച്ച സാധനം. അടുത്ത കള്ളം രേണുസുതി പറയുന്നത് അവർക്ക് കിട്ടിയ മൊമെൻറ്റോസ് അവർ ഈ മൊമെൻറ്റോ കിട്ടുന്ന വഴിക്ക് വീട്ടിലെത്തുമ്പോഴേക്കും അത് ബാഗിൽ നിന്ന് എടുത്തിട്ട് അവിടെ ഷോക്കേസിൽ വെക്കുന്നു, അല്ലെങ്കിൽ ടി വിയുടെ സൈഡിലേക്ക് വെക്കുന്നു. സുധിച്ചേട്ടനത് വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് കട്ടിലടിയിൽ വെച്ചു. അതിലുപരി കുട്ടിയെടുത്ത് നശിപ്പിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ആ കുറ്റം കുട്ടിയുടെ തലയിൽ കൊണ്ട് വെച്ചേക്കാണ്. ഇനി കുഞ്ഞുങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ട്. കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്. പക്ഷേ ഈ സൂക്ഷിച്ച് വെക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലായിരിക്കും. മിനിമം അവരുടെ കൈ എത്താത്ത സ്ഥലത്തായിരിക്കും വെക്കുന്നത്. ഈ കട്ടിലടി കൊണ്ട് വെച്ചാൽ കുഞ്ഞെടുക്കാതിരിക്കുമോ? അലമാരയുടെ മേളിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരു തട്ടുണ്ടാവുമല്ലോ, സൺഷെയ്ഡ് പോലെ, ആ സൺഷെയ്ഡിൻ്റെ മേളിലോ, സൺഷെയ്ഡ് എന്നല്ല വീടിനകത്തുള്ള തട്ട് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി, അതിൻ്റെ മേളിലോ അവിടേക്കാണ് വെച്ചിരുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം കുട്ടി എടുക്കാതിരിക്കാൻ വേണ്ടി, കുട്ടി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന്. പക്ഷേ ഈ കട്ടിലടിയിൽ വെച്ചതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. കുഞ്ഞ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചാക്കിൽ കെട്ടി കട്ടിലടിയിൽ എൻ്റെ കുട്ടിക്ക് കട്ടിലടി കയറാൻ പറ്റില്ലേ? അത്ര ഉള്ള കുട്ടിയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവന് എന്ത് ചെയ്യാം, കട്ടിലടി കയറി എടുക്കാനും പറ്റും. അങ്ങനെയാണല്ലോ എടുത്തതും. എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത്? സംഭവിച്ചു പോയി, തെറ്റ് സംഭവിച്ചു, അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്കത് മനസ്സിലാവും. അത് ഞാൻ എനിക്കവിടെ വയ്ക്കാൻ വേറെ സ്ഥലമില്ലായിരുന്നു, അതുകൊണ്ടാണ് സംഭവിച്ചു പോയത്. അല്ലാണ്ട് ആ തെറ്റ് കുട്ടിയുടെ പുറത്ത്, കുട്ടി എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് വെച്ചതെന്ന് പറയുന്നത് ഒരാളും അങ്ങോട്ട് അംഗീകരിക്കത്തില്ല. അപ്പോൾ ഈ ന്യായീകരണം എന്തിനാണെന്ന് എനിക്കറിയില്ല. ബാക്കി നോക്കാം. ഞാൻ അറിഞ്ഞില്ല കുഞ്ഞ് എടുക്കുമെന്നോ ഇതിങ്ങനെ വരുമെന്നോ ഒന്നും അറിഞ്ഞില്ല. അല്ലാതെ എൻ്റെ അവാർഡുകൾ ഞാൻ ബാഗിൽ നിന്ന് ഞാൻ അറിഞ്ഞില്ല കുഞ്ഞെടുക്കുമെന്നോ ഇതിങ്ങനെ വരുമെന്നോ. സത്യം പറഞ്ഞാൽ കിച്ചു അവിടെ വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു വ്ളോഗ് ചെയ്യുമെന്നോ ഒന്നും ഇവർക്ക് അറിയില്ലായിരുന്നു. കുറച്ച് പേരെ കുറച്ച് കാലം നമുക്ക് പറ്റിക്കാൻ പറ്റും, പക്ഷേ എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ല എന്ന് പണ്ട് എൻ്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് പേരെയൊക്കെ കുറച്ച് കാലമൊക്കെ പറ്റിച്ച് ജീവിക്കാം. പക്ഷേ നമ്മൾ പറ്റിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഈ പറ്റിക്കുന്ന കാര്യം പുറത്തേക്ക് വരും. അത് ആരില്ലെങ്കിലും കൂടെയൊക്കെ വരും. നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല, നമ്മൾ തന്നെ പറയണമെന്നില്ല. നിങ്ങളില്ലാത്ത സമയത്ത് കിച്ചോടെ വരികയും ഈ വ്ളോഗ് എടുക്കുകയും അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, മിറാക്കിൾ എന്നേ പറയാൻ പറ്റുള്ളൂ. അതൊരു മിറാക്കിളാണ്. എന്താണ് രേണുസുതി എന്ന് സൊസൈറ്റിക്ക് കാണിച്ചു കൊടുക്കുന്നൊരു മിറാക്കിളായിരുന്നു അത്. പണ്ട് നിങ്ങളെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞ അതേ നാവുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് പറയേണ്ടി വരുന്നത്. വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട് പറയേണ്ടി വന്നതിൽ. ഷൂട്ട് കഴിഞ്ഞല്ല അവാർഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഞാൻ ബാഗിൽ നിന്ന് എടുത്ത് ആ മേശപ്പുറത്തോട്ട് വെക്കുന്നത്, അല്ലാതെ എൻ്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ സൂചിച്ചാണ്ട് അവാർഡിനെ എടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല. ഇതാണ് സംബന്ധിച്ച കുഞ്ഞിനെ. രേണുസുതിയുടെ അവാർഡ് ബാഗിൽ നിന്ന് എടുത്ത് അവിടെ വെക്കുമ്പോൾ അത് ഈ പറയുന്ന കുട്ടി വന്നിട്ട് നശിപ്പിക്കത്തില്ലേ? അതോ അതിന് നശിച്ച് പോയാലും തിരിച്ച് റീക്രിയേറ്റ് ചെയ്യാനുള്ള ജീവൻ ഉണ്ടോ അതിനകത്ത്? അപ്പോൾ നിങ്ങൾ സുധിച്ചേട്ടനെ ശരിക്കും പറഞ്ഞാൽ അവിടെ അപമാനിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ദയവ് ചെയ്ത് സുധിച്ചേട്ടൻ്റെ പേര് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എൻ്റെ കെട്ടിയവൻ്റെ പേരല്ലാതെ ഞാൻ നാട്ടുകാരുടെ പേര് പറയാൻ പറ്റുമോ? പക്ഷേ ഇങ്ങനെ അപമാനിക്കാൻ വേണ്ടിയാണ് എന്തിനാ പറയുന്നത്? ശരിക്കും ആ മനുഷ്യൻ്റെ പേര് നിങ്ങളിപ്പോൾ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല കലാകാരൻ എന്ന് പേരെടുത്തൊരു വ്യക്തി, പക്ഷേ നിങ്ങളൊരാൾ കാരണം ആ മനുഷ്യൻ്റെ പേര് ദിനം പ്രതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അതിന് വഴിവെക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്തോളൂ, അഭിനയിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ആൽബം ചെയ്തോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷേ എന്തിനാണ് ഈ അനാവശ്യമായിട്ടുള്ള ടോക്കിലേക്ക് വഴി ഉണ്ടാക്കുന്നത്? ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഇത് കാണിച്ചത് വളരെ മോശമായിപ്പോയി. കാരണം ഒരിക്കലും ചെയ്യാൻ പാടാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തിന് കിട്ടിയ മൊമെൻറ്റോസ് അത് വലിയ അംഗീകാരങ്ങൾ തന്നെയാണ്. അതിനെ വാരിക്കൂട്ടി ഒരു ചാക്കിനകത്തിട്ട് കട്ടിലടിയിലേക്ക് തള്ളിയിട്ടത് നിങ്ങൾ എത്ര ന്യായീകരിക്കാൻ നോക്കിയാലും അത് തള്ളിയിട്ടത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മൊമെൻറ്റോസ് എന്ത് ചെയ്യും? അതുപോലെ തന്നെ അതേ കട്ടിലടി ഉണ്ടാവുമായിരുന്നു. അതങ്ങനെയല്ലോ വന്നത്. അത് ഷോക്കി വെച്ചിട്ടും മറ്റത് പുറന്തള്ളിയൊരവസ്ഥ. ദൈവം എന്ന് പറയുന്നൊരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയാണ് ഇപ്പോൾ നിങ്ങളുടെ മകനിലൂടെ ഈ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിച്ചത്. ബാക്കി നോക്കാം. സംബന്ധിച്ച് അവൻ ആ പ്രായമാണ്, അവനതെടുത്ത് നശിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതൊരു വിഷമമാകും. ചേട്ടൻ്റെ ആ ഒരു അവാർഡ് കളഞ്ഞ് ലാസ്റ്റ് കിട്ടിയ ആ ഒരു അവാർഡിനകത്ത് ആക്സിഡന്റ് അടിയിൽ പിടിച്ചേക്കുന്ന അവാർഡായിരുന്നു. അപ്പോൾ 24ന്റെ കണക്റ്റഡ് പ്രോഗ്രാമിന് കിട്ടിയത്. അത് ഇടിച്ചിട്ട് അതിൻ്റെ സൈഡ് പോയിട്ട് അതിൻ്റെ ഒരു ബ്ലഡ് ഏട്ടൻ്റെ കൈ ഇങ്ങനെ വെച്ച് ആ ബ്ലഡിൻ്റെ ആ ഒരു അടയാളം പോലും ഞാനത് മായ്ക്കാതെ അതുപോലെ വെച്ചേക്കുവാണ്. ആ അവാർഡ് മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചേക്കുവാണ്. ബ്ലഡ് മാഞ്ഞു പോയാൽ എനിക്ക് പിന്നെ സൂചിച്ചേണ്ട വേറെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അത്രയ്ക്ക് ഞാൻ സേഫായിട്ട് വെച്ചാണ്. പക്ഷേ ഇത് ഞാൻ ചാക്കിനകത്ത് കെട്ടി വെച്ച വേറൊരു സ്ഥലമില്ല അത് സേഫായിട്ട് വെക്കാൻ. അതിന് ഞാനൊരു നല്ല ഇത്രയും വലിയൊരു വീട്, അത് വലിയ വീടായിക്കോട്ടെ ചെറിയ വീടായിക്കോട്ടെ, അതിനകത്ത് ഒരു ഷോക്കേസ് ഉണ്ടാവാതിരിക്കുമോ? എനിക്കറിയില്ല, ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി ഇത്രയധികം മൊമെൻറ്റോസ് അത് വയ്ക്കാനുള്ള ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടാവില്ലേ? ഈ മോന് കൈ എത്താൻ പറ്റാത്തൊരു സ്ഥലം അവിടെയൊന്നും അല്ല വെച്ചേക്കുന്നത്, കട്ടിലിൻ്റെ അടിയിലാണ്.
എന്നിട്ടാണ് മോനെ കുറ്റം പറയുന്നത്. മോൻ എടുത്ത് നശിപ്പിച്ച് കളയും, മോൻ അത് ചെയ്യും, മോൻ ഇത് ചെയ്യും. എന്തിനാണ് ആ കുഞ്ഞിനെ ഇതിലേക്ക് വലിച്ചിടുന്നത്? നിങ്ങളുടെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്കാണത്. അത് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താ നിങ്ങൾ തെറ്റ് അംഗീകരിച്ചാൽ? അവാർഡെല്ലാം ചാക്കിനകത്ത് വെച്ചതാണ്, അല്ലാതെ ഉപേക്ഷിച്ചതൊന്നുമല്ല. നിങ്ങൾ കാര്യം അറിയാതെ ഇങ്ങനെ വെറുതെ ഇട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മാനസികമായിട്ട് സത്യം പറഞ്ഞാൽ തകർന്നു പോകുന്നത്. ഒരു പരിധി വരെ നിങ്ങൾ ഈ ചെയ്യുന്ന, നിങ്ങൾ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ല, എന്നോട് ചോദിക്കണം രേണു എന്താണ് സംഭവം, എന്നാണ് അവർ, ഞാൻ കാര്യം പറയും. ഇത് ഞാൻ ഇന്ന് രാവിലെയാണ് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അത് ആക്ച്വലി അത് ആരാണ് ചെയ്തത്? ബ്ലോഗ് ചെയ്തപ്പോഴാണോ വീഡിയോ? കിച്ചുവാണ് വ്ളോഗ് ചെയ്തത്, ഞാനില്ലായിരുന്നു വീട്ടിൽ. അവൻ വീട് അവൻ്റെ വീടല്ലേ, അവൻ്റെ അനിയൻ്റെ വീടാണ്. അപ്പോൾ അവാർഡ് കുഞ്ഞെടുത്ത്. അതെ, ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കിച്ചുവിൻ്റെയും കിച്ചുവിൻ്റെ അനിയൻ്റെ വീടാണെന്നുള്ളത്. കാരണം ആ ഇളയ കുട്ടിയും മൂത്ത കുട്ടിയുമായിട്ട് യാതൊരു ബോണ്ടിങ്ങും അവിടെ ഫീൽ ചെയ്യുന്നില്ല. ഇളയ കുട്ടിക്കാണെങ്കിൽ കിച്ചു കയറി വന്നപ്പോഴേക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അവൻ എല്ലാ കാര്യങ്ങളും ഇതിനെ കാണിച്ചു കൊടുക്കുകയാണ്. കിച്ചു ചോദിക്കുന്നതിന് മറുപടി പറയണം. ഈ മറുപടികളെന്ന് പറയുന്നത് ഇവർ തമ്മിൽ ആദ്യമായിട്ട് കാണുമ്പോൾ പറയുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അതേക്കുറിച്ച് പറയാൻ ഞാൻ ആളുമല്ല, കാരണം അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ ഇവർ എന്തൊക്കെയോ സമൂഹം ഇവരെങ്ങനെ പോർട്രേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെ ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, രേണു സുധിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കുത്തിപ്പൊട്ടിച്ചോളൂ. ഒപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരും. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.